വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഈ രീതിയിലുള്ള ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹോമിലെ എക്സാംഡ് ഡോക്യുമെന്റ്സിൽ school.db എന്ന പേരിൽ ഒരു ഡാറ്റാബേസ് ഫയൽ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നെയിം, സബ്ജക്റ്റ് എന്നീ വിവരങ്ങൾ ആവശ്യമായ ക്വറികൾ നൽകി പ്രദർശിപ്പിക്കുക. A database file named school.db is provided in home exam and documents. Display the name and subject of teachers teaching in the 9th standard by providing the necessary query. ഓക്കെ, ക്വറി ഉപയോഗിച്ചുകൊണ്ട് 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ നെയിമും സബ്ജക്റ്റും മാത്രമായിട്ട് കാണിക്കാനാണ് പറയുന്നത്. സൂചന അഥവാ ഹിൻസ് കൊടുത്തിട്ടുണ്ട്. അധ്യാപകരുടെ പേര്, ക്ലാസ്, വിഷയം എന്നിവ ഡാറ്റാബേസിലെ ടീച്ചേഴ്സ് എന്ന ടേബിളിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. Details such as teachers, name, class and subject are given in teachers table of the database. Okay. കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നെയിം, ഡിവിഷൻ എന്നിവ പ്രദർശിപ്പിക്കുന്നതിനുള്ള ക്വറിയുടെ മാതൃക ചുവടെ നൽകിയിട്ടുണ്ട്. ഒരു ചെറിയൊരു മോഡൽ, ഒരു മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട്. An example of query to display the name and division of teachers teaching chemistry is given below. ഇവിടെയായിട്ട് ചെറിയൊരു ക്വറി കൊടുത്തിട്ടുണ്ട്. ആ ക്വറി കണ്ടാൽ നമുക്ക് മനസ്സിലാകും അതിനകത്ത് കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ മാത്രം ഡീറ്റെയിൽസ്, നെയിമും ഡിവിഷനും കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് വരാം, അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വെയിറ്റ്. 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നെയിം, സബ്ജക്ട് എന്നിവ പ്രദർശിപ്പിക്കുന്നതിനുള്ള ക്വറി എക്സിക്യൂട്ട് SQL ടാബിൽ എഴുതി പ്രദർശിപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. റൈറ്റ് ആൻഡ് എക്സിക്യൂട്ട് ദ ക്വറി ഇൻ ദ എക്സിക്യൂട്ട് SQL ടാബ് ടു ഡിസ്പ്ലേ ദ നെയിം ആൻഡ് സബ്ജക്ട് ഓഫ് ടീച്ചേഴ്സ് ടീച്ചിങ് ഇൻ 9th സ്റ്റാൻഡേർഡ്. ഓക്കെ, അതിലേക്കൊക്കെ നമുക്ക് വരാം. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. അതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഔട്ട്പുട്ടിന്റെ സ്ക്രീൻഷോട്ട് ശ്രദ്ധിക്കുക. സ്ക്രീൻഷോട്ട് ആണ് ഇവിടെ സേവ് ചെയ്യാൻ പറയുന്നത്. ഫയലൊന്നുമല്ല ഇവിടെ സേവ് ചെയ്യേണ്ടത്, സ്ക്രീൻഷോട്ട്. ഔട്ട്പുട്ടിന്റെ സ്ക്രീൻഷോട്ട് ഹോമിലെ എക്സാം ആൻഡ് പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _9TRSNS.png എന്ന പേരിൽ സേവ് ചെയ്യാം. സ്ക്രീൻഷോട്ട് ഒക്കെ എങ്ങനെയാണ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് തന്നിട്ടുള്ള school.db എന്ന് പറയുന്ന ആ ഒരു ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്പൺ ചെയ്യാൻ വേണ്ടി എക്സാം ആൻഡ് ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലേക്ക് വരാം. താഴെ നിന്നും ഫയൽസിൽ ക്ലിക്ക് ചെയ്യുക. താഴെ ഫയൽസിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഹോമിലേക്കായിരിക്കും. ഹോമിലെ എക്സാം ആൻഡ് ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലേക്ക് വരാം. ഹോമിലെ എക്സാം ആൻഡ് ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലേക്ക് വരാം. ഈ ഫോൾഡറിന്റെ അകത്ത് school.db എന്ന് പറയുന്ന ഫയൽ ഉണ്ട്. school.db അത് ഓപ്പൺ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡയറക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ DB ബ്രൗസർ ഫോർ SQLite എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ആ ഡാറ്റാബേസ് ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടേ ചോദ്യം നോക്കാം. അതിൽ അധ്യാപകരുടെ പേര്, ക്ലാസ്, വിഷയം എന്നിവ ഡാറ്റാബേസിലെ ടീച്ചേഴ്സ് എന്ന ടാബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേബിൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഡാറ്റാബേസ് സ്ട്രക്ചറിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ടേബിൾസ് എന്ന സ്ഥലത്ത് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, പക്ഷെ ഇതിനകത്ത് ടീച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ജസ്റ്റ് ആ ടേബിളിൻ്റെ അകത്തുള്ള ഫീൽഡുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ടീച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ നേരെ ബ്രൗസ് ഡാറ്റ എന്ന ടാബിലേക്ക് വരാം. ബ്രൗസ് ഡാറ്റ എന്ന ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ടേബിൾ നമുക്ക് ചൂസ് ചെയ്യാം. നിലവിൽ ഈ ഒരു ഡാറ്റാബേസ് ഫയലിൽ ഒറ്റ ടേബിളേ ഉള്ളൂ, ടീച്ചേഴ്സ് എന്ന ടേബിൾ മാത്രമേ ഉള്ളൂ. ഇനി വേറെയും ടേബിൾസ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ട ടേബിൾ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സ് എന്ന ടേബിളിലുള്ള എല്ലാ ഫീൽഡുകളും നിങ്ങൾക്ക് കാണാം. ഈ കോളങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫീൽഡുകൾ എന്ന് വിളിക്കുന്നത്. ഇതിനകത്തുള്ള റോകളെ നമ്മൾ എന്താ വിളിക്കുക? റോകളെ വിളിക്കുന്നത് റെക്കോർഡുകൾ എന്നാണ്. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ടീച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഓരോ ടീച്ചർക്കും ID ഉണ്ട്, അവരുടെ നെയിം ഉണ്ട്, ജെൻഡർ കൊടുത്തിട്ടുണ്ട്, അവർ പഠിപ്പിക്കുന്ന ക്ലാസ് കൊടുത്തിട്ടുണ്ട്, ഡിവിഷൻസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ അവർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? ഇനി നമുക്ക് ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നെയിം, ഡിവിഷൻ എന്നിവ പ്രദർശിപ്പിക്കുന്നതിനുള്ള ക്വറിയുടെ മാതൃക ചുവടെ നൽകിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഇതേപോലെ ഒരു ക്വറിയാണ് നമ്മൾ റെഡിയാക്കേണ്ടത്. ഈ ഒരു ക്വറിന്റെ മീനിങ് പറഞ്ഞുതരാം. സെലക്ട് നെയിം, ഡിവിഷൻ ഫ്രം ടീച്ചേഴ്സ്. ഇത്രയും ഭാഗം നമുക്ക് ഫസ്റ്റ് പഠിക്കാം. ഫ്രമിന് ശേഷം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ടേബിളിന്റെ പേരാണ്. നമുക്ക് ഏത് ടേബിളിലുള്ള ഡാറ്റാസ് ആണ് ഇങ്ങോട്ടേക്ക് കാണേണ്ടത്, ആ ടേബിളിന്റെ പേരാണ് ഫ്രം എന്ന കീവേഡിന് ശേഷം നമ്മൾ കൊടുക്കുന്നത്. ഫ്രം എന്ന് മസ്റ്റ് ആയിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നമ്മുടെ ടേബിളിന്റെ പേര് കൊടുക്കും. ക്ലിയർ? അപ്പോൾ ടീച്ചേഴ്സ് എന്ന ടേബിളിൽ നിന്നും സെലക്ട് നെയിം, ഡിവിഷൻ, അതായത് ഏതൊക്കെ ഫീൽഡുകളാണ് നമുക്ക് കാണേണ്ടത് അഥവാ ഏതൊക്കെ കോളങ്ങളാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നെയിം, ഡിവിഷന് മാത്രമേ കാണണ്ടൂ. അതുകൊണ്ട് സെലക്ട് നെയിം, ഡിവിഷൻ എന്ന് കൊടുത്തു. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായില്ലേ? ടീച്ചേഴ്സ് എന്ന ടേബിളിൽ നിന്നും നെയിം, ഡിവിഷൻ ഈ രണ്ട് ഫീൽഡുകളാണ് നമുക്ക് കാണേണ്ടത്. അതിനുശേഷം
ആ കണ്ടീഷനാണ് ഇവിടെ കൊടുക്കുന്നത്. വേറിന് ശേഷം വേറെ എന്നൊരു കീവേഡാണ്, അത് അതേപോലെ കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. നമുക്ക് എല്ലാ ടീച്ചേഴ്സിനെയും കാണണോ? വേണ്ട. നമുക്ക് എന്തേ വേണ്ടൂ? ഇവിടെ പറയുന്നുണ്ട് കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകരുടെ. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഫീൽഡ് നമ്മുടെ ഡാറ്റാബേസ് ഫയൽ നോക്കിയാൽ മനസ്സിലാവും. സബ്ജക്റ്റ് എന്ന ഈ ഫീൽഡിന്റെ ഈ പേരില്ലേ, ഈ പേരാണ് അതേപോലെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സബ്ജക്റ്റ് എന്ന ഫീൽഡിൽ ഈക്വൽ ടു കെമിസ്ട്രി. ആ സബ്ജക്റ്റ് എന്ന ഫീൽഡിൽ ആ കെമിസ്ട്രി സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ മാത്രം വേണം. അതുകൊണ്ടാണ് സബ്ജക്റ്റ് ഈക്വൽ ടു ഡബിൾ ക്വാഡ്സിന്റെ അകത്ത്, ഇതിനെയാണ് നമ്മൾ ഡബിൾ ക്വാഡ്സ് എന്ന് പറയുന്നത്. ഡബിൾ ക്വാഡ്സിന്റെ അകത്ത് കെമിസ്ട്രി എന്ന് കൊടുത്തു. അപ്പോൾ സബ്ജക്റ്റ് എന്ന ഫീൽഡിൽ കെമിസ്ട്രി എന്ന വാല്യൂ അവിടെ നോക്കും. അപ്പോൾ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ മാത്രം നെയിമും ഡിവിഷനും നമുക്ക് കിട്ടും. അതാണ് ഈ ക്വറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇത്രയും ഭാഗം നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നേരെ നമ്മൾ ഈ ഒരു ഡാറ്റാബേസ് ഫയലിലേക്ക് വരിക. നമുക്ക് SQL ക്വറികൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എക്സിക്യൂട്ട് SQL എന്ന് പറയുന്ന ഈ ഒരു ടേബിളാണ്. എക്സിക്യൂട്ട് SQL ഇതിലേക്ക് വരിക. ഇവിടെയാണ് നമുക്ക് ആവശ്യമുള്ള SQL ക്വറികൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സെലക്ട് എന്ന കീവേഡ് കൊടുക്കണം. സെലക്ട് എന്ന കീവേഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് റിട്രീവ് ചെയ്യുന്നത്. സോ SEL എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിങ്ങനെ സജഷൻ വരും. സ്പെല്ലിംഗ് തെറ്റരുത്. സജഷൻസ് വരുന്ന സമയത്ത് ആ സജഷൻ തന്നെ ചൂസ് ചെയ്യാം. സജഷൻ ഇങ്ങനെ വന്നാൽ ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അത് അതേപോലെ വരും. അപ്പോൾ അങ്ങനെ സജഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സ്പെല്ലിംഗ് തെറ്റൂല. ഓക്കെ, സെലക്ട് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കൊടുക്കാം. സെലക്ട് ചെയ്യേണ്ട ഒരു സ്പേസ് കൊടുക്കുക. നെയിമും സബ്ജക്റ്റും ആണ്, അതായത് 9ൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നെയിമും സബ്ജക്റ്റും ആണ് നമുക്ക് കാണേണ്ടത്. ഈ ഒരു എക്സാമ്പിളിൽ നെയിമും ഡിവിഷനുമാണ് കണ്ടത്. നമുക്ക് വേണ്ടത് നെയിമും സബ്ജക്റ്റുമാണ്. അതുകൊണ്ട് സെലക്ടിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കണം? നെയിമും സബ്ജക്റ്റും കൊടുക്കണം. അത് എവിടുന്നാ വരുന്നത്? ടീച്ചേഴ്സ് എന്ന് പറയുന്ന ടേബിളിൽ ഈ ഒരു നെയിമും അതേപോലെ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡും, ഈ രണ്ട് ഫീൽഡാണ് നമുക്ക് കാണേണ്ടത്. സോ ഈ പേര് അതേപോലെ സ്പെല്ലിംഗ് തെറ്റാതെ കൊടുക്കാം. നമുക്ക് എന്താണോ ചോദ്യത്തിൽ പറഞ്ഞത് അത് മാത്രം. ആദ്യം നമുക്ക് നെയിം വേണം. അതുകൊണ്ട് NAM എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സജഷൻ വരുന്നുണ്ട്. സജഷൻ വരുമ്പോൾ ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി, അത് നമുക്ക് കിട്ടും. ഓക്കെ, കോമ ഇടുക. ഇനി ചോദ്യം നോക്കിയേ. ചോദ്യത്തിൽ പറയുന്നുണ്ട് നെയിം മാത്രം മതിയോ? പോരാ, സബ്ജക്റ്റും കൂടി നമുക്ക് കാണണം. സോ കോമ ഇട്ടിട്ട് SUB എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സബ്ജക്റ്റ് വരുന്നുണ്ട്. ഇങ്ങനെ സജഷൻ, ഒന്നിലധികം സജഷൻസ് വരുമ്പോൾ നമ്മുടെ കീബോർഡിൽ ഏതോ കീ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ സെലക്ട് നെയിമും സബ്ജക്റ്റും ഈ രണ്ടെണ്ണം നമ്മൾ ചൂസ് ചെയ്തു. ഇത് എവിടെ നിന്നാ, ഏത് ടേബിളിൽ നിന്നാ നമുക്കിത് എടുക്കണ്ടേ? അത് കാണിക്കാൻ വേണ്ടിയാണ് ഫ്രം കൊടുക്കുന്നത്. FRO എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഫ്രം എന്ന കീവേഡ് സജഷൻ വരുന്നുണ്ട്. ജസ്റ്റ് എൻ്റർ കീ കൊടുത്താൽ മതി. ഫ്രം എന്ന കീവേഡിന് ശേഷം നമ്മൾ എന്താ കൊടുക്കുക? നമുക്ക് വേണ്ട ടേബിളിന്റെ പേരെന്താ? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇതിവിടെ ബ്രൗസ് ഡാറ്റയിൽ നോക്കിയാൽ മനസ്സിലാവും, ടീച്ചേഴ്സ്. അതല്ലേ ടേബിളിന്റെ പേര്. ആ പേര് അതേപോലെ കൊടുക്കുക. ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ, കുറച്ച് അടിക്കുമ്പോൾ തന്നെ വരും കേട്ടോ. സജഷൻ വരുമ്പോൾ അതിൽ നിന്ന് ചൂസ് ചെയ്യാതാകുമ്പോൾ സ്പെല്ലിംഗ് തെറ്റിപ്പോകില്ല. ഇങ്ങനെ ഒന്നിലധികം സജഷൻസ് വരുന്ന സമയത്ത് കീബോർഡിൽ ഏതൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഒരു സ്പേസ് ഇടാം. ഇനിയാണ് നമുക്ക് കണ്ടീഷൻ കൊടുക്കാനുള്ളത്. ഇവിടെ കൊടുത്തുള്ളത് കെമിസ്ട്രി സബ്ജക്റ്റ്, കെമിസ്ട്രി ആയിട്ടുള്ള ടീച്ചേഴ്സ് മാത്രം. ഇവിടെ നമ്മൾ പറയുന്നത് സബ്ജക്റ്റിനനുസരിച്ചിട്ടൊന്നുമല്ല ആൾക്കാരെ നമുക്ക് വേണ്ടത്, 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെയാണ് വേണ്ടത്. അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ട കണ്ടീഷൻ. അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ന് പറയുമ്പോൾ നമ്മളിത് ഇവിടെ ഒന്ന് എടുത്തു നോക്കി. ഇവിടെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ 9 എന്ന് പറയുന്നത് മാത്രം നമുക്ക് കിട്ടിയാൽ പോരെ? ക്ലിയർ? ക്ലാസ് 9 മാത്രം നമുക്ക് കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടീഷൻ കൊടുക്കണം. ഒരു കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡാണ് വേർ. ആദ്യത്തെ 3 ലെറ്റേഴ്സ് അടിക്കുമ്പോൾ തന്നെ സജഷൻ വരുന്നുണ്ട്. സോ ഞാനിവിടെ വേർ ചൂസ് ചെയ്യുന്നു. വേറിന് ശേഷം നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. കണ്ടീഷൻ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ക്ലാസ് എന്ന് തന്നെയാണ് ഫീൽഡ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ക്ലാസ് സജഷൻ വരുന്നുണ്ട്. ക്ലാസ് ഈക്വൽ ടു എത്രാം ക്ലാസ്സിലുള്ള 9 അല്ലേ? സോ 9 എന്നങ്ങ് കൊടുത്താൽ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിൽ ഇൻഡിജേഴ്സ്, ഇപ്പൊ ഇവിടെ കെമിസ്ട്രി എന്നത് ഡബിൾ ക്വാഡ്സിന്റെ ഇടയിലാണ് കൊടുത്തത്. ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് രൂപത്തിലുള്ള ഡാറ്റ ആണെങ്കിൽ ഓക്കെ, ടെക്സ്റ്റുകൾ നമ്പേഴ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്നതാണെങ്കിൽ ഡബിൾ ക്വാഡ്സ് കൊടുക്കാം. അല്ല, ഇത്തരത്തിലുള്ള നമ്പറുകളും ആണ് വരുന്നതെങ്കിൽ, ഇൻഡിജർ ആണ് ഡാറ്റ വരുന്നതെങ്കിൽ 9, 8, 10 അങ്ങനെയുള്ള ഇൻഡിജർ ആണ് ഡാറ്റ വരുന്നതെങ്കിൽ അങ്ങനെ ഡബിൾ ക്വാഡ്സ് കൊടുക്കണമെന്നില്ല, ഡയറക്റ്റ് കൊടുത്താൽ മതി. ഇത്രയും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ എക്സിക്യൂട്ട് SQL എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ട്, ഈ ഒരു ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്കിതിനെ മുഴുവനായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമ്മുടെ മൗസ് പോയിന്റ് ഇത് ഇവിടെ കൊണ്ടുപോയാൽ നമുക്ക് ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ താഴോട്ട് വലിക്കാം. ഓക്കെ, ഇതിങ്ങനെ താഴോട്ടേക്ക് വലിച്ചാൽ നമ്മുടെ ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ ഇതിനെ
ഒന്ന് താഴോട്ടേക്ക് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് മാത്രം. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ നമ്മൾ ക്വാഡ്സിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ക്വാഡ്സിൽ കൊടുത്തിട്ട് ഞാനിവിടെ റൺ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ക്വാഡ്സിൽ നമ്പർ കാരണം ഇൻഡിജറാണ്. ഓക്കെ, ഇൻഡിജർ ആയതുകൊണ്ട് അതല്ലാതെ കൊടുത്താലും ഇഷ്യൂ ഇല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറഞ്ഞത്. ചോദ്യം കൃത്യമായിട്ട് നോക്കുക. സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത്രയേ ചെയ്യാനുള്ളൂ. ഈ ഒരു വിൻഡോ ഫുള്ളായിട്ട് കാണുന്ന വിധത്തിൽ ഇങ്ങനെ വെക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ കൊറിയോ ഇവിടെ കാണാം, റിസൾട്ടും കാണാം. ഇനി നമ്മുടെ കീബോർഡിൽ പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു കീ ഉണ്ട്, പ്രിന്റ് സ്ക്രീൻ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മുഴുവനായിട്ട് എല്ലാ സ്ക്രീന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ക്രീൻ എന്നത് പ്രസ് ചെയ്താൽ മതി. ഇനി അല്ല, നമുക്കൊരു ഭാഗം മാത്രം മതിയെങ്കിൽ സെലക്ഷനിൽ പോവാം. എന്നിട്ട് നമുക്ക് വേണ്ട ഭാഗം മാത്രം ഇതേപോലെ സെലക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എത്രയാണോ സ്ക്രീൻഷോട്ടിൽ വേണ്ടത് അത് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഞാനിപ്പം തൽക്കാലം സ്ക്രീന് മൊത്തമായിട്ട് എടുക്കും. അതുകൊണ്ട് സ്ക്രീന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ക്രീൻഷോട്ടിൽ വരും. ഇനി ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ, ഒന്നുകിൽ കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യാം. കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഐക്കൺ കണ്ടില്ലേ, ഇത് പ്രസ് ചെയ്താലും മതി. അപ്പോൾ കണ്ടില്ലേ, സ്ക്രീൻഷോട്ട് ക്യാപ്ചർ, സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രീൻഷോട്ട് എങ്ങോട്ടാണ് പോയേ, എവിടെയുള്ളത് അതറിയണ്ടേ? അതറിയാൻ വേണ്ടിയിട്ട് നേരെ ഫയൽസിലേക്ക് വരാം. ഫയൽസിൻ്റെ അകത്ത് ഇവിടെയായിട്ട് പിക്ചേഴ്സ് ഉണ്ട്. സ്ക്രീൻഷോട്ട് ഉണ്ടാവുക പിക്ചേഴ്സിലാണ്. പിക്ചേഴ്സിലേക്ക് വരാം. പിക്ചേഴ്സിൽ തന്നെ സ്ക്രീൻഷോട്ട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാം, സ്ക്രീൻഷോട്ട്സ്. അതിലേക്ക് വരാം. ശ്രദ്ധിക്കുക, സ്ക്രീൻഷോട്ട് ഉണ്ടാവുന്നത് പിക്ചേഴ്സിനകത്ത് സ്ക്രീൻഷോട്ട്സിലാണ്. ഇതിൽ വരിക. ഇതിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാവും. ഇതിലിതാ ഇവിടെയായിട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ അവസാനം എടുത്തിട്ടുള്ള ആ സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും. ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ കണ്ടില്ലേ, നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു കൊറിയും അതേപോലെ തന്നെ ഈ ഒരു ടേബിളും കൃത്യമായിട്ട്, അതായത് ആ റിസൾട്ടും കൃത്യമായിട്ട് കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ഇനി ഇത് ഇവിടെയല്ല വേണ്ട, ഇവിടെ വെച്ചിട്ട് പോവരുത്. ഇതിനെ എന്ത് ചെയ്യണം, നമ്മുടെ ഫോൾഡറിലേക്ക് മാറ്റണം. ചോദ്യത്തിൽ പറയുന്നുണ്ട് നമ്മുടെ ഫോൾഡറിലേക്ക് മാറ്റണം. മാറ്റാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, കട്ട് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക്, കട്ട്. കട്ടും കോപ്പിയും തമ്മിലുള്ള ഡിഫറൻസ് അറിയാലോ. കട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരും. കോപ്പിയാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെയും ഒന്നുണ്ടാവും, നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തും ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ ഈ സ്ക്രീൻഷോട്ടിൽ ആവശ്യമില്ല, നമ്മുടെ ഫോൾഡറിൽ മതി. അതുകൊണ്ട് ഞാൻ കട്ട് കൊടുക്കുന്നു. റൈറ്റ് ക്ലിക്ക്, കട്ട്. റൈറ്റ് ക്ലിക്ക്, കട്ട്. അപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, നേരെ ഹോമിലേക്ക് വരിക. ഹോമിലെ എക്സാം 10 പ്രോഡക്ട്സ് എന്ന ഫോൾഡറിലേക്ക് വരിക. എക്സാം 10 പ്രോഡക്ട്സ്. അതിനകത്ത് ഇവിടെ എവിടെയെങ്കിലും ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് പോകാൻ പാടുണ്ടോ? പാടില്ല. ഇതിൻ്റെ പേര് മാറ്റി കൊടുക്കണം. പേര് മാറ്റാൻ വേണ്ടി ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീനെയിം കൊടുക്കുക. റൈറ്റ് ക്ലിക്ക്, റീനെയിം. എന്താ പേര് കൊടുക്കണ്ടേ? രജിസ്റ്റർ നമ്പർ കൊടുക്കുക, അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ 9TRSNS കൊടുക്കുക. 9TRSNS. എന്താണോ പേര് കൊടുക്കാൻ പറഞ്ഞത് അത് അതേപോലെ കൊടുത്താൽ മതി. ക്ലിയർ? ഇതേപോലെ കൊടുത്തില്ലേ? .png എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ അങ്ങനെ തന്നെ നിന്നോട്ടെ. ഇനി റീനെയിം എന്ന ബട്ടൺ പ്രസ് ചെയ്യാം. റീനെയിം കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ചെയ്യാനുള്ളൂ. ഓക്കെ.